ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. അമ്മ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടും ഒരു വർഷം ആവാറായി. മാർച്ച് മുതലാണ് അമ്മ സ്കൂളിൽ പോയി തുടങ്ങിയത് കഴിഞ്ഞ വർഷം. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 2-3 പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായി. ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ എങ്ങനെയാണ്, എളുപ്പമുണ്ടോ അതോ ബുദ്ധിമുട്ടാണോ, കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അപ്പോൾ അവരിപ്പോൾ മൂവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സിങ് നടക്കുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ അമ്മുവിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ, ഫ്രഞ്ച് ഒന്നും അറിയില്ല. നമുക്കൊരു പുതിയ ലാംഗ്വേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മുവിനെ പറഞ്ഞു കൊടുക്കാനും നമുക്ക് അറിയണ്ടായില്ല. നമുക്കറിഞ്ഞാലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊന്നും അറിയണ്ടായില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കുഞ്ഞ് ആപ്പുകളും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കുറച്ചിങ്ങനെ ഗ്രീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് വേർഡ്സുകൾ, ബോൺഷൂ, മേഴ്സി, അങ്ങനെയുള്ള കുറച്ച് വേർഡ്സുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചു എന്നല്ലാണ്ട് വേറെ നമുക്ക് കാര്യമായിട്ടൊന്നും അറിയണ്ടായില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അമ്മു ഫ്രഞ്ച് പഠിച്ചത്. ഇപ്പോൾ ഒരുവിധം പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ച് റിപ്ലൈ ചെയ്യാനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അമ്മൂസ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ സ്കൂളുകളെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അമ്മു ഇവിടെ വന്നിട്ട് വെൽക്കമിങ് ക്ലാസ്സിലാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ആ ക്ലാസ്സിന് എന്തെന്നാ പറയുക അമ്മൂസേ? ഓക്കെ. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന എല്ലാ കുട്ടികളെയും ഈ ക്ലാസ്സിലാണ് ഉണ്ടാവുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇവർ ലാംഗ്വേജ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് ഒരുവിധം ഇവർക്ക് റീഡ് ചെയ്യാനും അതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ആ ഒരു ലെവലൊക്കെ ആകുമ്പോൾ ഇവരെ നോർമൽ ക്ലാസ്സിലോട്ട് മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ അമ്മു ഇപ്പോൾ അങ്ങനെ ഒരു നോർമൽ ക്ലാസ്സിലോട്ട് മാറിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ മിക്സഡ് ആയിരിക്കും. മിക്സഡ് കോംബോ. ലൈക്ക് ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വേറെ സ്ഥലത്തായിരിക്കും. ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും. ഹാഫ് ഡേ അക്വയിലായിരിക്കും, ബാക്കി ഹാഫ് ഡേ നോർമൽ ക്ലാസ്സിലായിരിക്കും. വിചാരിച്ചു അമ്മുവിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അമ്മു ഇപ്പോൾ സ്കൂളിൽ പോയപ്പോൾ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, കാരണം ഒന്നും അറിയാണ്ട്, ആൾക്കാരെ അറിയില്ല, ലാംഗ്വേജ് അറിയില്ല, ടോട്ടൽ ഒരു ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ഇവിടെ വന്നിട്ടൊരു സ്കൂളിൽ പോകുമ്പോൾ എന്താണെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ അമ്മുവിൻ്റെ തന്നെയായിരുന്നു. എന്താവും, കാരണം പുതിയ ലാംഗ്വേജ് പഠിച്ചെടുത്ത് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പരിചയപ്പെട്ടൊക്കെ വരുന്നല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ അമ്മുവിനെ കുറിച്ച് തന്നെയായിരുന്നു. കാരണം ഹസ്ബൻഡിനാണെങ്കിലും കമ്പനിയിൽ ലാംഗ്വേജ് കുഴപ്പമുണ്ടായാലും ഇംഗ്ലീഷ് തന്നെ മതിയായിരുന്നു. അപ്പോൾ അമ്മുവാണ് എങ്ങനെ മിങ്കിൾ ചെയ്യേണ്ടത് കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ ലാംഗ്വേജ് അറിയാണ്ട് എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അമ്മൂസെ ഫസ്റ്റ് പോയപ്പോൾ, എങ്ങനെയുണ്ടായി? ഫസ്റ്റ് ഡേ ഒക്കെ ഓർമ്മയുണ്ടോ? അന്ന് ആ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് നല്ല പേരുണ്ട്. ഹാർട്ട് എന്നൊക്കെ വെച്ചാൽ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ പോയി ലൈക്ക് പറയണമൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ടീച്ചർക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു, ഇച്ചിരി ഇംഗ്ലീഷ് അറിയായിരുന്നു. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നു. പിന്നെ ആ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് മാത്രം ഇംഗ്ലീഷ് അറിയാം, ഇച്ചിരി ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ആ കുട്ടി എന്നെ എന്താണ്, ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, മംഗോളിയിൽ നിന്നാണ് വരുന്നത്, ബാക്കി എല്ലാവരും വേറെ വേറെ രാജ്യത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ ഒരാൾ ബുഹുന്തി, മംഗോൾ, പോർച്ചുഗൽ, അങ്ങനെ എല്ലാവരും വേറെ വേറെ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് എല്ലാവരും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ട്രഗിൾ ചെയ്തോ, ബുദ്ധിമുട്ടുണ്ടായോ അതോ ഓക്കെ ആയിരുന്നോ? കുഴപ്പമുണ്ടായില്ല. കാരണം ആ പോണ സമയത്ത് ലൈക്ക് ആ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. എനിക്ക് എൻ്റെ കൂടെ എന്നെ എല്ലാം പഠിപ്പിച്ചു തന്നായിരുന്നു ആ കുട്ടി. ഇപ്പോൾ വർക്ക് ഷീറ്റ്സ് തരുന്നതും അങ്ങനെ വർക്കൊക്കെ തരുന്നതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായി. ഓക്കെ. അപ്പോൾ അമ്മ എങ്ങനെ ഫ്രഞ്ച് പഠിച്ചത്? പഠിച്ചത് ഞാൻ ഇപ്പൊ ടീച്ചർ കുട്ടികളോട് പറയണ കേട്ടിട്ടും കുട്ടികൾ വേറെ കുട്ടികളോട് സംസാരിക്കണ കേട്ടിട്ടും ഇങ്ങനെ ലൈക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാം പഠിക്കും. ഇങ്ങനെ പഠിച്ചെടുത്തിട്ടൊന്നുമല്ല ഞാൻ പഠിച്ചേക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അറിയാണ്ട് പഠിക്കും. ഇപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് ഫ്രഞ്ച് ലെവല്? കോൺഫിഡൻസ് ആണോ ഇപ്പൊ ആരോടെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കാനോ? അല്ലെങ്കിൽ കോൺഫിഡന്റ് അല്ല, പറയാൻ അറിയാം പക്ഷെ കോൺഫിഡന്റ് അല്ല. അതെന്താ കോൺഫിഡന്റ് അല്ലാത്ത? ലൈക്ക് ഞാനിപ്പോ ഫ്രഞ്ച് അറിയാം, പറയാം, ഓക്കെ, പക്ഷെ ലൈക്ക് ഇവിടുത്തെ അത്രയും അങ്ങോട്ട് ആയിട്ടില്ലല്ലോ. അത് സമയം എടുക്കും, നമ്മള് പതുക്കെ ആവണം. ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ ഐ ആം റിയലി കോൺഫിഡന്റ്, ബട്ട് വേറെ ആൾക്കാരോടാണെങ്കിൽ ഇച്ചിരി പേടിയുണ്ട് എനിക്ക്.
ഇല്ല, വേറെ ആൾക്കാർ ഇപ്പൊ അമ്മൂനോട് ഫ്രഞ്ചിൽ സംസാരിച്ച് അമ്മൂനെ മനസ്സിലാവോ? ആ ലൈക്ക് വലിയ ഒച്ച നിൽക്കാൻ മനസ്സിലാവില്ല. നോർമലി ഇപ്പൊ സംസാരിച്ചാല് മനസ്സിലാവും. മനസ്സിലാവും അല്ലേ? റിപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, എന്നാ ഞാനിപ്പോ അമ്മൂനോട് കുറച്ച് ചോദിക്കാം. അപ്പൊ അമ്മു അതിന് ഫ്രഞ്ചിൽ റിപ്ലൈ ചെയ്യോ? ആൻസർ ഫ്രഞ്ചിൽ പറയണം. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് അമ്മുവിന്റെ ക്ലാസ്, സ്കൂൾ എങ്ങനെയുണ്ട്? L'école c'est très bien, il y a trop d'amis là-bas et j'aime l'école, c'est très bien. ഓക്കെ, അവൾക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്, ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഓക്കെ, അമ്മുന് ഇവിടുത്തെ സ്കൂളാണോ ഇഷ്ടപ്പെട്ടത് അതോ UAE സ്കൂളാണോ? ഏത് സ്കൂളാണ് അമ്മുന് ഏറ്റവും ഇഷ്ടമായത്? L'école, j'aime ici parce que ici, il n'y a pas trop de travail. Mais au Dubaï, il y a trop de travail. J'aime les amis là-bas en Dubaï. J'aime les amis là-bas. ഓക്കെ, അമ്മുന് സ്കൂൾ ഇവിടെയാണ് ഇഷ്ടം, ബട്ട് ഫ്രണ്ട്സിനെ UAE സ്കൂളിലത്തെ ഫ്രണ്ട്സിനെയാണ് ഇഷ്ടം. സ്കൂൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, അമ്മു CBSE സിലബസ് ആയിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ പഠിക്കാനുണ്ടായിരുന്നു, ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഇവിടെയെന്ന് വെച്ചാൽ ഇവർക്ക് അങ്ങനെ അധികം പഠിക്കാനൊന്നുമില്ല. അതുകൊണ്ട് സ്കൂൾ ഇഷ്ടം ഇവിടെയാണ്, ഫ്രണ്ട്സ് ഇഷ്ടം UAE ഫ്രണ്ട്സാണ് ഇഷ്ടം എന്നാട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എക്സാം എങ്ങനെയാണ് ഇവിടെ? La test ici, c'est pas trop grand. Parce qu'en Dubaï, c'est tous les jours, il y a grand test. Mais ici, il y a juste petit test. C'est pas trop grand. ഓക്കെ, വെച്ചാൽ നമുക്കറിയാലോ, നമുക്ക് എപ്പോഴും നമ്മുടെ ഇന്ത്യൻ കരിക്കുലത്തിൽ ഒരു പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ടേം എക്സാം ഉണ്ടാവും. അപ്പം നോർമലി ഒരു മാസം 1.5 മാസം വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ എക്സാംസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെ എന്ന് വെച്ചാൽ എക്സാംസ് ഉണ്ടാവും, പക്ഷേ എന്താണോ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ എക്സാം, നമുക്ക് ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഇടില്ലേ, അങ്ങനെയൊക്കെയാണ് ഇവിടെ എക്സാം വരുന്നത്. എന്നിട്ട് ആ എക്സാമിൻ്റെ എല്ലാത്തിൻ്റെയും മാർക്ക് ആവറേജ് കാൽക്കുലേറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് എക്സാമിൻ്റെ ആ ഒരു പ്രഷർ കുറച്ച് കുറവാണ്. കൂളായിട്ട് പഠിച്ചു പോയിട്ട് എഴുതാം. പിന്നെ ചില സമയത്ത് പറയാണ്ട് തന്നെ ടീച്ചർ എക്സാംസ് ഇടാറുണ്ട് അല്ലേ? എക്സാംസ് ഇടും, പക്ഷെ നമ്മള് എക്സാമിന് 6 മേടിക്കണം. ഈ 4ന്റെ മാർക്ക് എന്താന്ന് വെച്ചാൽ 6ൽ 6 കിട്ടണം, 6 വരെ ഇതുള്ളൂ. അപ്പോൾ 4ന്റെ അടിയിൽ പോവാണെങ്കിൽ ലൈക്ക് ഇറ്റ്സ് വെരി ലെസ്, ലൈക്ക് തോറ്റത് പോലെയാണ്. 4ന്റെ മുകളിലാണെങ്കിൽ ജയിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 to 6 ആണ് സ്കോർ വരുന്നത്. 6 ആണ് മാക്സിമം സ്കോർ. അതിൽ 4 to 6 കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്. 4ന്റെ താഴെ മാർക്ക് പോവുകയാണെങ്കിൽ ഫെയിൽ ആവും. അപ്പോൾ നമ്മളെപ്പോഴും 4 to 6ന്റെ ഇടയിൽ സ്കോർ ചെയ്യണം. പിന്നെ ഇവിടെ എങ്ങനെ പഠിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സ്? മീൻസ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സെയിം രീതിയിലാണ് അവിടെ പഠിപ്പിക്കുന്നത്, അത് വ്യത്യാസമുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ അത്രയ്ക്കും നമുക്കൊരു ഇതില്ല. ഇവിടെ ഫുള്ള് വർക്ക് ഷീറ്റ്സ് ആണ് എഴുതിരുന്നത്. ലൈക്ക് അടുത്ത പോലെ ബുക്കൊന്നുമില്ല. ആകെ ഇവിടെ മാത്സിന്, ഹിസ്റ്ററി, ജിയോഗ്രാഫിക്ക് മാത്രമേ ഇവിടെ ബുക്കുള്ളൂ. ബാക്കി എല്ലാത്തിനും നോട്ട്ബുക്സ് ഉണ്ട്, നോട്ട്ബുക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ടെക്സ്റ്റ് ഒന്നുമില്ല. മാത്തമാറ്റിക്സും ഇപ്പോൾ പറഞ്ഞ 3 സബ്ജക്ട്സിന് മാത്രമേ ഉള്ളൂ ടെക്സ്റ്റ്. ബാക്കിയെല്ലാം പകുതിയും വർക്ക് ഷീറ്റ്സ് ആണ്. അവൾ ചെയ്യുന്ന എല്ലാം വർക്ക് ഷീറ്റ്സ് അല്ല, വർക്ക് ഷീറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അമ്മ ഇപ്പോൾ UAE സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചു തരില്ലേ, ഇതാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരുമല്ലോ. അതുപോലെ ഇവിടെ പഠിപ്പിച്ചു തരുന്നുണ്ടോ അതോ ജസ്റ്റ് വർക്ക് ഷീറ്റ് തരുവാണോ ചെയ്യുന്നത്? പറഞ്ഞു തരും ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ലൈക്ക് വർക്ക് ഷീറ്റ് തരും, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മളെ ഇപ്പൊ കുഞ്ഞു വർക്ക് ഷീറ്റ്സ് ഒക്കെ ആണെങ്കിൽ ടീച്ചർ അറിയാം ഇതിന്റെ ആൻസർ. നമ്മൾ ടീച്ചർ ചോദ്യം ചോദിക്കും, ഇതാണ്, അപ്പോൾ ഇതിന്റെ ഇതെന്താണ്, അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മള് കൈ വെക്കുകയാണെങ്കിൽ ടീച്ചർ നമ്മളോട് ചോദിക്കും, കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിൽ എഴുതിപ്പിക്കും. അല്ലാണ്ട് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോൾ അമ്മൂസ് ഇപ്പോൾ സ്കൂളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാറ്? ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എക്സാം ഒക്കെ പറഞ്ഞല്ലോ, ഇനി ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ്? ഇപ്പോൾ സ്പോർട്സോ അല്ലെങ്കിൽ ആർട്ട് അങ്ങനെ ഫ്രഞ്ചിലൊന്ന് പറഞ്ഞു നോക്കിയേ, പറയാൻ പറ്റുമോ? നോക്കാം.
Ici, il y a 2 périodes de sport. Et c'est pas en dehors, c'est dans un bâtiment. Et c'est très grand salle. Et dans ma classe, il n'y a pas trop de enfants. Alors, c'est comme 10, 14 comme ça. Et nous jouons avec la balle. Nous jouons trop de jeux avec les ballons. Comme ça, et balade-con. Ça, c'est les jeux que nous jouons tout le temps dans les sports. Et d'une semaine, j'ai 6 périodes de sport. Parce que ici, en accueil, il y a 3 périodes. Et là-bas, il y a 3. Dans notre classe, il y a 3 périodes. J'aime les sports ici trop. Parce que nous courons trop ici. C'est pas facile. C'est pas très facile. Nous courons là-bas, comme ça. C'est très bien. ചേച്ചി ഇവിടെ സ്പോർട്സ് ഒരുപാടുണ്ട്, ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. അപ്പം അമ്മ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2 ക്ലാസ്സിലായിട്ടാണ്. അപ്പം 2 ക്ലാസ്സിൽ പോകുമ്പോഴും അമ്മുവിന് സ്പോർട്സിൻ്റെ പീരീഡ് വരുന്നുണ്ട്. അതുകൊണ്ട് ആക്ടിവിറ്റി ഉള്ള സ്പോർട്സ് ആയിട്ട് ചെയ്യുന്നത് ഭയങ്കര കൂടുതലാണ്. അതുപോലെ 1 പീരീഡ് ഒന്നും ആയിരിക്കില്ല ഇവർക്ക്, ചിലപ്പോൾ ഹാഫ് ഡേ അത്രയൊക്കെ ചില സമയത്ത്. ഹാഫ് ഡേ മൺഡേ ഉണ്ട്. മൺഡേ പിന്നെ തേഴ്സ്ഡേ. മൺഡേ 2 പ്രാവശ്യം. അപ്പം മൺഡേന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം സ്പോർട്സ് ഉണ്ട്. അപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് കൂടുതലാണ്. അതുപോലെ തന്നെ ആർട്ടാണെങ്കിലും ഇതിനെല്ലാം ഇവർക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. ഇവർ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്പോർട്സിൻ്റെ അതുപോലെ ഈ ആർട്ട് അതല്ലാണ്ട് ഇവരിങ്ങനെ കുറച്ച് സോങ്സ് ഒക്കെ പഠിപ്പിക്കില്ല, എന്താ കൈ വെച്ച് ആക്ഷൻ ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവര് ഇതിനെല്ലാം ടെസ്റ്റ് നടത്തും. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇതിനെല്ലാത്തിനും ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ആർട്ടൊക്കെ ആണെങ്കിലും ഇവർ ചെയ്യുന്ന ആ ആർട്ട് വെച്ചിട്ട് ഇവർക്ക് അതിന് മാർക്ക് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ ഭംഗി, അതിന്റെ ഷേപ്പിംഗ്, അങ്ങനെ എല്ലാം വെച്ചിട്ട് ടെസ്റ്റ്. പിന്നെ ഇവർക്ക് വരുന്നത് രാവിലെ ക്ലാസ് ടൈമിംഗ് എന്ന് വെച്ചാൽ കാലത്ത് 8:30 തൊട്ട് 12 മണി വരെ ക്ലാസ്. പിന്നെ 12 to 1:30 ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ വരും, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവും. അത് കഴിഞ്ഞ് പിന്നെ 1:30 to 3 ക്ലാസ്. അത് 3 o'clock വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഇല്ല. പിന്നെ വെനസ്ഡേ ആണെങ്കിൽ ഹാഫ് ഡേ ഉള്ളൂ, ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഇല്ല, ഫ്രീ ആണ്. സാറ്റർഡേയും സൺഡേയും ഒഴിവാണ്. അതുപോലെ ഇങ്ങനെ ഒരുപാട് ഹോംവർക്ക് കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴും ഒരു വർക്ക്ഷീറ്റ് എങ്ങാൻ കൊടുത്ത് അത് ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാത്തതുണ്ടെങ്കിൽ കൊണ്ടുവരിക. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസം ഒരു ഹോംവർക്കൊക്കെ ആയിട്ട് വരുന്നത്. അല്ലാണ്ട് ഇവിടെ അങ്ങനെ ഹോംവർക്കില്ല. അതുപോലെ നാട്ടിലെ പോലെ ഇങ്ങനെ ടെക്സ്റ്റുകളൊന്നും ഇവർക്കില്ല കേട്ടോ. ക്ലാസ്സിലൊരു ടെക്സ്റ്റ് ഉണ്ടാവും, അപ്പോൾ അതിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുക്കും, അതിൻ്റെ വർക്ക്ഷീറ്റ് കൊടുക്കും. അല്ലാണ്ട് ടെക്സ്റ്റായിട്ട് ഇപ്പം നമുക്ക് നോർമലി നമ്മൾ എല്ലാ വർഷവും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം, അതിരുന്ന് പഠിക്കണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ബുക്കൊന്നും ഇവർക്കില്ല. ക്ലാസ്സിലുണ്ട്, അല്ലാണ്ട് ഓരോ കുട്ടികൾക്കും ഓരോ ബുക്ക് അങ്ങനെയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ അമ്മൂനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഹോംവർക്ക് ചെയ്യിപ്പിച്ചും വീട്ടിൽ വന്ന് പഠിപ്പിച്ചും ഒരു ശീലമായതുകൊണ്ട് നമുക്ക് നോർമൽ ഷോപ്പിൽ നിന്ന് ഇതിൻ്റെ വർക്ക്ഷീറ്റുകളുള്ള ബുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു മാത്സിന് മാത്രമായിട്ട് ഉണ്ടാവും, അതുപോലെ സയൻസ്, ജിയോഗ്രഫി അങ്ങനെ ബുക്കുകൾ ഉണ്ടാവും. അതല്ലാതെ എല്ലാ സബ്ജക്റ്റുകളും കൂടിയുള്ള ബുക്കും ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ബുക്ക് വാങ്ങിച്ചിട്ട് അമ്മൂനെ ഒന്നും കൂടെ, കാരണം ഇപ്പം അമ്മു മാത്സ് ഇപ്പോൾ എന്താണ് അമ്മ പോകുന്ന നോർമൽ ക്ലാസ്സിലുള്ളത് ചിലപ്പോൾ പറഞ്ഞ് അമ്മൂനെ മനസ്സിലാവില്ല. വേർഡ്സൊക്കെ അമ്മ ഇംഗ്ലീഷിൽ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ അങ്ങനെയുള്ള വേർഡ്സൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു വേർഡ്സൊക്കെ പറഞ്ഞ് അമ്മൂന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് മാത്സ് ഒക്കെ ആണെങ്കിലും ഞാൻ ആ ബുക്ക് വാങ്ങിച്ചിട്ട് കുറച്ചും കൂടെ വീട്ടിലിരുന്നിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ലാംഗ്വേജ് ഇപ്പോൾ അമ്മു ഫ്രഞ്ച് ആണെങ്കിലും അമ്മുവിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവൽ ആയതുകൊണ്ട് ഇപ്പോൾ ഉള്ള നോർമൽ ക്ലാസ്സിലുള്ള ഫ്രഞ്ച് അമ്മുവിന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അമ്മു ആ ഒരു ലെവലായിട്ടില്ല, അക്വയിലുള്ള ലെവലിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഏകദേശം നോർമൽ ക്ലാസ്സിൽ. അമ്മു ഇപ്പോൾ ഉള്ളത് 6P ആണ്. 6P എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഗ്രേഡ് 4th അപ്പോൾ ആ ഒരു ലെവല് ഫ്രഞ്ച് ആയിട്ടില്ല. അപ്പോൾ മാത്സൊക്കെ ഇപ്പം അമ്മുവിനെ ഒരുവിധം അവർ ആ ഒരു ലെവലിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്രഞ്ച് ആ ഒരു ലെവലായിട്ടില്ല, ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഏകദേശം ഈ 6Pയുടെ ലെവലിലോട്ട് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സാംസ് വരുന്നത് നമ്മളെ പബ്ലിക് എക്സാം പോലെ എല്ലാ ഓൾട്ടർനേറ്റ് ഇയേഴ്സും ഗ്രേഡ് 4 മുതൽ ഇവിടെ എക്സാം വരും. അപ്പോൾ 4, 6, 8 അങ്ങനെ 8th എക്സാമാണ് ഏറ്റവും വലിയ എക്സാം. അങ്ങനെ അത് പബ്ലിക് എക്സാം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം അമ്മു 6th ഈ പ്രാവശ്യം അമ്മുവിന് ആ ഒരു എക്സാം വരുന്നുണ്ട്. ECR എന്നാണ് ആ എക്സാമിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ എക്സാം ഞാനിപ്പോൾ ഫ്രഞ്ച് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ലൈക്ക് ഞാൻ ടീച്ചറിനോട് ചോദിച്ചു ഈ വർഷം എനിക്ക് എക്സാം ഉണ്ടോയെന്ന്. അപ്പോൾ ടീച്ചർ എക്സാം ഒക്കെ ഉണ്ട്, പക്ഷെ കൗണ്ട് ചെയ്യൂലെന്ന്. ലൈക്ക് അത് അങ്ങനെ മാർക്കായിട്ട് അങ്ങനെ കൂട്ടില്ല, കാരണം നമുക്കിപ്പോൾ ഫ്രഞ്ച് അറിയില്ല, ലൈക്ക് അങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിച്ചു തരല്ലേ, അപ്പോൾ അത് കൂട്ടൂല. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട്, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ആ ഒരു പേടിച്ച പോലെ പ്രശ്നങ്ങളുണ്ടോ, അതോ കുറച്ചും കൂടി ഈസി ആയിട്ട് ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ പറ്റിയോ? എന്താണ് അമ്മൂൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലൈക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, പക്ഷെ ഈസി ആയിരുന്നില്ല, ഒരു നോർമൽ ഇതായിരുന്നു. പേടിയുണ്ടായി, നല്ല പേടിയുണ്ടായി. ആദ്യം പേടിച്ചത്ര പ്രശ്നം ഉണ്ടായിരുന്നോ, അതോ കുറച്ചും കൂടെ ഈസി ആയിരുന്നോ? പേടിച്ചത് ഞാൻ വെറുതെ പോയതാണ് ഞാൻ ഓർക്കുന്നത്, കാരണം കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാൻ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. എന്താണ് ഇങ്ങോട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ്. കാരണം ഇവർ ഡെയിലി കേൾക്കുന്നുണ്ടല്ലോ ഈ ഒരു ലാംഗ്വേജ്, ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ടീച്ചറായിട്ടാണെങ്കിലും ഇവർ ഡെയിലി ആ ലാംഗ്വേജ് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് പഠിക്കാൻ പറ്റും. അതുപോലെ കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പിക്ക് ചെയ്തെടുക്കാനും പറ്റും. ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാംഗ്വേജ്. ഓൾറെഡി ഞാൻ എക്സാം പാസ്സായി, പക്ഷെ എന്നാലും ഇവിടെ അത്ര ഒന്നും ഞാൻ ആയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ പറയുന്നത് കേൾക്കാനൊക്കെ അവർ സ്പീഡിലൊക്കെ പറയുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പിള്ളേരുടെ കാര്യത്തിൽ എന്താണെങ്കിലും പേടിക്കേണ്ട, ഉറപ്പായിട്ടും പിള്ളേർ പിക്ക് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വർഷത്തെ ലാംഗ്വേജിൻ്റെ, അമ്മുവിൻ്റെ ലാംഗ്വേജിനെ കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇങ്ങോട്ട് പ്രോസസ്സിങ് നടക്കുന്നവരൊന്നും പേടിക്കേണ്ട, ഉറപ്പായിട്ടും കുട്ടികൾക്ക് എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.